തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരള രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ബോംബ് പൊട്ടിയിരിക്കുകയാണ്. വിധി വൈപരീത്യം എന്നല്ലാതെ ഇതിനെ എന്ത് വിളിക്കണം? ഒരിക്കൽ ആരെയാണോ നിങ്ങൾ വേട്ടയാടിയത്, ആരെയാണോ പച്ചയ്ക്ക് കൊലവിളി നടത്തിയത്, അതേ വ്യക്തിയുടെ നീതിക്ക് മുന്നിൽ ഇന്ന് നിങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന പുണ്യപുരുഷനെ സോളാർ കേസിന്റെ പേരിൽ വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ച പിണറായി സർക്കാരിനും മന്ത്രി ഗണേഷ് കുമാറിനും കാലം കാത്തുവെച്ച തിരിച്ചടിയുടെ വാർത്തയാണിപ്പോൾ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പുറത്തുവരുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നത് വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു എന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ തന്നെ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ജയിലിൽ വെച്ച് പരാതിക്കാരി തനിക്ക് കൈമാറിയ 21 പേജുള്ള കത്തിൽ അന്നത്തെ UDF നേതാക്കൾക്കെതിരെ ഒരു ലൈംഗികാരോപണവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഫെനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ UDF സർക്കാരിന് എങ്ങനെയെങ്കിലും പണി കൊടുക്കണമെന്ന പരാതിക്കാരിയുടെ നിർദ്ദേശപ്രകാരം ഈ കത്ത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ബന്ധുവിന് കൈമാറുകയും പിന്നീട് അതിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർക്കപ്പെടുകയുമായിരുന്നു. അതായത് സോളാർ വിവാദം എന്നത് CPM-ഉം ഗണേഷ് കുമാറും ചേർന്ന് എഴുതിയുണ്ടാക്കിയ ഒരു വ്യാജ തിരക്കഥയായിരുന്നു എന്ന് ഇപ്പോൾ പച്ചയ്ക്ക് തെളിഞ്ഞിരിക്കുന്നു. ഒരു വലിയ മനുഷ്യന്റെ ജീവിതവും രാഷ്ട്രീയ ഭാവിയും തകർക്കാൻ വേണ്ടി സ്വന്തം PA-യും ബന്ധുക്കളെയും ഉപയോഗിച്ച് നടത്തിയ ഈ നാടകം ഇന്ന് ഗണേഷ് കുമാറിന്റെയും ഇടതുപക്ഷത്തിന്റെയും കഴുത്തിന് ചുറ്റും കുരുക്കായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്നത് ഗണേഷ് കുമാർ കോടതിയിൽ അപേക്ഷിക്കുന്നത് എന്തിനാണ്? താൻ ചെയ്ത ചതി പുറം ലോകം അറിയുമെന്ന ഭയമല്ലേ ഇതിന് പിന്നിൽ? PR സ്റ്റണ്ടുകളിലൂടെയും വ്യാജ പ്രചാരണങ്ങളിലൂടെയും ജനശ്രദ്ധ തിരിക്കാൻ നോക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർക്കും ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്ന ജോസ് കെ മാണിക്കും ഈ സത്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ? മറുഭാഗത്ത് UDF-ന്റെ കാഴ്ച നോക്കൂ. കാസർഗോഡ് മുതൽ തെങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്നത് അധികാരത്തിലേക്കുള്ള ജനങ്ങളുടെ തിരിച്ചുവരവാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനെ പോലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കുതിച്ചു ചാടുമ്പോൾ ഇടതുപക്ഷം ജയിലിന്റെയും കോടതിയുടെയും വരാന്തകളിൽ അഭയം തേടുകയാണ്. സരിത നായരും ഗണേഷ് കുമാറിന്റെ PA-യും ചേർന്ന് കളിച്ച ഈ കളിയിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ അനുഭവിച്ച വേദനയ്ക്ക് കാലം നീതി നടപ്പിലാക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവർക്ക് ഇന്ന് ആ കല്ലുകൾ തന്നെ തിരിച്ചടിയാവുന്നു. ഫെനി ബാലകൃഷ്ണന്റെ മൊഴി തുടരുന്നതോടെ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ചതിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നത് ഉറപ്പാണ്.